ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയവുമായി കൊണ്ടാണ് IDC 10ാം വാർഷികവും ആഘോഷിക്കാൻ പോകുന്നത്. പ്രമേയ സംബന്ധമായ ഇൻഷാ അല്ലാഹ് ചർച്ച ഉണ്ടാവും. അതിനു മുമ്പ് നാം ഓരോരുത്തരും മുസ്ലിംകളായ നാം മുമ്പൊരിക്കൽ ഞാൻ തന്നെ ഉണർത്തിയത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കും. നമ്മുടെ എഴുത്തുകാരിയും കവയിത്രിയുമായ മാധവിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കമലാസുരയ്യ അവരൊരിക്കൽ പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ സ്വാർത്ഥികൾ മുസ്ലിങ്ങളാണ്. എന്നിട്ട് അവർ പറഞ്ഞത് വളരെ ഇരുട്ടുള്ള ഒരു കാട് പ്രദേശത്തിലൂടെ അവർ കുറെ ആളുകൾ മുന്നോട്ട് പോകുന്നു. അപകടകാരികളായ ഒരുപാട് വിഷജീവികളും വന്യമൃഗങ്ങളും ഒക്കെ നിറഞ്ഞ ഭീഷണമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ യാത്രാ സംഘം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏതാനും ചില ആളുകളുടെ കയ്യിൽ ചെറിയ വെളുത്തുണ്ട്. വെളിച്ചമില്ലാതെയാണ് മഹാഭൂരിപക്ഷവും ഈ അപകട മേഖലയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഈ വെളിച്ചം കിട്ടിയ ആള് അത് കൈകൊണ്ട് മറച്ചു പിടിച്ച് സഹയാത്രികർക്ക് കാണാതിരിക്കാൻ വേണ്ടി അവന്റെ സ്വന്തം കാഴ്ചയിലേക്ക് മാത്രം കാണിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ അരക്കാശിന് മുടക്കില്ല. അവന് കാണുന്ന കാഴ്ചക്ക് തന്റെ കയ്യിലുള്ള വളക്കുകൊണ്ട് തനിക്ക് വെളിച്ചം ലഭിക്കുന്നതിനോട് തടസ്സമില്ല. കൂട്ടത്തിൽ സഹയാത്രികരായ നാലാളുകൾക്ക് കൂടി ആ വെളിച്ചം ലഭിക്കട്ടെ എന്ന സതുദ്ദേശത്തോടുകൂടി തന്റെ കയ്യിലുള്ള ഈ വിളക്ക് അല്പവും ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ധാരാളുകൾക്കെങ്കിലും ഈ അപകട മേഖലയിലൂടെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ചെയ്യാതെ ഇത് പൊത്തിപ്പിടിച്ച് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത നിലക്ക് പോകുന്നത് എന്തുമാത്രം സ്വാർത്ഥതയാണ്. അതേ അവസ്ഥയാണ് മഹാഭൂരിഭാഗം മുസ്ലിങ്ങൾക്കും ഉള്ളത്. അഥവാ ഒരു വിശ്വാസി സുദീർഘമായ പരലോക യാത്രയിലാണല്ലോ ഉള്ളത്. ഈ യാത്രയിൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് നമ്മെ അപകടപ്പെടുത്താൻ, നമ്മെ നാശപ്പെടുത്താൻ വിവിധങ്ങളായ ശത്രുക്കൾ മനുഷ്യന്റെ ഗമനത്തിന് പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ടുണ്ട്. പിശാചും ഭൗതിക പ്രമാദതയും ദേഹച്ചയും തുടങ്ങി മനുഷ്യനെ ശാശ്വതമായ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട അപകട മേഖലയിലൂടെയാണ് മനുഷ്യൻ പരലോക യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ വഴി കാണാൻ ആവശ്യമായ വെളിച്ചം ലഭിച്ചവനാണ് മുസ്ലിം എന്ന് പറയുന്ന സത്യവിശ്വാസി. അവന്റെ കീഴിലാണ് ഇലാഹിയായ പ്രകാശതാര കൈവശമുള്ളത്. തനിക്ക് കാണുന്ന ഈ വെളിച്ചം തന്റെ സമീപത്ത് നേരത്തെ പറഞ്ഞതുപോലെ 85% വരുന്ന അവിശ്വാസി വിഭാഗത്തിന് ഈ വെളിച്ചമില്ലാതെ ശാശ്വതമായ നാശത്തിലേക്ക്, അപകടത്തിലേക്ക് കൂപ്പൂത്താൻ പോകുന്ന ഈ വലിയ മഹാഭൂരിപക്ഷത്തിന് തന്റെ കയ്യിലുള്ള ഈ കൈത്തിരിയുടെ വെളിച്ചം ഒരു നാലാൾക്ക് കാണത്തക്ക രീതിയിൽ ഉയർത്തിപ്പിടിക്കാൻ സത്യവിശ്വാസികൾ ഇന്ന് ലോകത്തുള്ള മുസ്ലിംകൾ സന്നദ്ധരാകുകയാണെങ്കിൽ ഈ ലോകത്ത് വലിയൊരു വിഭാഗത്തിൽ സത്യത്തിന് വിളിച്ചു കാണാനാണ്. ഇവിടെയാണ് ദയവായുടെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ച പ്രകാശത്തിന്റെ കൈത്തിരിയാവുന്ന ഈമാനും ഇസ്ലാമും അതിന്റെ സ്രോതസ്സാവുന്ന ഖുർആനും തിരുസുന്നത്തും, ഇത് ഇവിടെ സത്യവിശ്വാസികളാവുന്ന മുസ്ലിംകളിൽ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ദീനാവുന്ന പരിശുദ്ധ ഇസ്ലാം ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ഇത് മാത്രമാണ് ഐഹികവും പാരത്രികവുമായ രണ്ട് ലോകത്തിലുമുള്ള രക്ഷയുടെ ഏകമാർഗം എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല. എന്നാൽ ഇസ്ലാമിലല്ലാതെ ഒരുപാട് മതങ്ങളല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല,
മറ്റു ചിന്താപ്രസ്ഥാനങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഇതൊക്കെയും സതുദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കാം അതിന്റെ സ്ഥാപകന്മാർ, അതിന്റെ പ്രചാരകന്മാർ മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ തന്നെയാണ് അതൊക്കെ രൂപപ്പെടുത്തിയതും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ മനുഷ്യ കഴിവിൽപ്പെട്ട മനുഷ്യചിന്തയിൽ നിന്നുടലെടുക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഏത് പ്രത്യയശാസ്ത്രമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, മതപരമാവട്ടെ, മറ്റ് സാംസ്കാരികമാവട്ടെ, മനുഷ്യചിന്തയിൽ നിന്നിട്ട് മാത്രം ഉടലെടുത്തതാവുമ്പോൾ മനുഷ്യന്റേതായ പരിമിതി അതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും എല്ലായ്പ്പോഴും ഉൾക്കൊള്ളാൻ ഇതൊന്നും പര്യാപ്തമല്ല. എന്നാൽ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ചുറ്റുപാടിൽ പ്രത്യേക കാലഘട്ടത്തിൽ പ്രസക്തിയുണ്ടാവും. അതുകൊണ്ട് മനുഷ്യന് ഒരുപാട് പുരോഗതിയും ഉണ്ടാവും. ഇത് നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് ശാശ്വതമായില്ല. കാരണം മനുഷ്യന്റെ കഴിവിൽ നിന്നിട്ട് ഉടലെടുത്തതായതുകൊണ്ട് പരിമിതം, മനുഷ്യരേവ് പരിമിതമായതുകൊണ്ട് അതിന്റെ പുറമെ മനുഷ്യന് ഒരു പ്രത്യേക വൃത്തമുണ്ട്. ആ വൃത്തത്തിൽ നിന്നിട്ട് പുറത്തു പോകാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ രൂപപ്പെടുത്തുന്ന ഏത് പ്രത്യയശാസ്ത്രത്തിനും ഈ ഒരു പരിമിതി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കാലത്തിന്റെ വെല്ലുവിളി നേരിടാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള ആ സംസാരത്തിൽ ചില സൂചനകൾ ഒക്കെ പറഞ്ഞത്. അത് ആരോടോ പ്രത്യേക വിരോധം വെച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തെ കെട്ടിക്കാണിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല, മറിച്ച് വസ്തുത അതാണ്. അഥവാ മനുഷ്യൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ചുറ്റുപാടിൽ സതുദ്ദേശത്തോടുകൂടി അവന്റെ ബുദ്ധിയും ചിന്തയും കഴിവും ഉപയോഗപ്പെടുത്തി താൻ ജീവിച്ചു വളർന്ന, താൻ കണ്ടു മനസ്സിലാക്കിയ ചുറ്റുപാടിൽ നിന്ന് പരിഹാരവും പുരോഗതിയുടെ മാർഗവും നിർദ്ദേശിക്കുമ്പോൾ ഈ ചുറ്റുപാട് മാറി, ഈ കാലഘട്ടം മാറുമ്പോൾ അത് നിലനിൽക്കാൻ കഴിയാതെ പോവുകയാണ്. അതേസമയത്ത് ഇതിന് ഒറ്റൊരു വഴിയേ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവജ്ഞനായ സൃഷ്ടാവാവുന്ന അല്ലാഹു, അവൻ മാത്രമേ എല്ലാം ഉൾക്കൊള്ളാനുള്ള വിശാലമായ അറിവുള്ളൂ. ബാക്കി ആരുടെ അറിവും പരിമിതമാണ്. സൃഷ്ടാവാവുന്ന റബ്ബിന് കാലഭേദമില്ലാതെ എല്ലാം അറിയുന്നവനായതുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യൻ എന്താവണം, എങ്ങനെയാവണം, ഏത് വഴി അവൻ സഞ്ചരിക്കണമെന്ന് നിർദ്ദേശിക്കാൻ പൂർണ്ണമായ അർഹത ജഗപരിപാലകനായ സർവജ്ഞനായ റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. അത് ആദ്യ പ്രവാചകനും ആദ്യ മനുഷ്യനുമായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം തൊട്ട് കാലാകാലങ്ങളിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തി അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടുകൂടി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന, ഇസ്ലാമിന്റെ സമ്പൂർണമായ രൂപം ഈ ലോകത്തേക്ക്, ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനതയ്ക്ക് വേണ്ടി സമ്പൂർണമായ രീതിയിൽ സമർപ്പിക്കുകയും ആ വഴി പോയാൽ ഈ ലോകവും നാളെ പരലോകവും വിജയം നേടാനാവുമെന്നും, ഇനി ഏത് കാലഘട്ടത്തിലും ഏത് ജനസമൂഹത്തിലും ഏത് സാഹചര്യത്തിലും പ്രായോഗികമാണ് ഈ ഖുർആനും അതിന്റെ വ്യാഖ്യാന വിശദീകരണമാവുന്ന തിരുസുന്നത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് അതിന് മാത്രമേ ലോകത്ത് രണ്ട് ലോകവും രക്ഷപ്പെടാനും എല്ലാ കാലത്തും വെല്ലുവിളികൾ നേരിട്ടും അതാത് കാലത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാലോചിതമായി പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള സമ്പൂർണവും വിശാലവുമായിരിക്കുന്ന ഒരു മാർഗം അല്ലാഹു ആവുന്ന സൃഷ്ടാവ്, സർവജ്ഞനായിരിക്കുന്ന സൃഷ്ടാവിന്റെ നിർദ്ദേശമാവുന്ന ഇസ്ലാമിന് മാത്രമേ സാധിക്കൂ. ഇതാണ് മറ്റ് പ്രത്യയശാസ്ത്രങ്ങളും ചിന്താധാരകളും ഇസ്ലാമും തമ്മിൽ വേർതിരിക്കുന്ന ഒറ്റ ഒരു മേഖല. ഒന്ന് സൃഷ്ടാവാകുന്ന റബ്ബിന്റെ നിർദ്ദേശമാണ്, മറ്റ് സൃഷ്ടികൾ അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഉണ്ടായ നിർദ്ദേശങ്ങളും. രണ്ടും ഈ പറയുന്ന ഒരു നിർദ്ദേശവും ദുരുദ്ദേശപരമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ
ജനാധിപത്യം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടിഘോഷിക്കപ്പെട്ട എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് എന്ന് പറഞ്ഞതായി. പക്ഷേ അതിന് അതിൻ്റെതായ എല്ലാ പരിമിതികളും ഉണ്ട്. ഒരുപാട് നേട്ടങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നില്ല, ഒരുപാട് ഗുണങ്ങളിലുണ്ട്. പക്ഷേ മനുഷ്യന്റെ പ്രശ്നത്തിന് സമൂലമായ ഭൗതികമായ പ്രശ്നത്തിന് പോലും സമ്പൂർണമായ പരിഹാരമാകാൻ അതിന് കഴിഞ്ഞിട്ടില്ല എന്ന അനുഭവമാണ്. എന്ന് വെച്ചത് മുഴുവനും തെറ്റാന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് പരിമിതികളുണ്ട്, അത് സമ്പൂർണ്ണമല്ല, അത്രേ പറയുന്നുള്ളൂ. സോഷ്യലിസം എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് എന്ന നിലക്ക് നിർദ്ദേശിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് സമൂലമായി പരിഹാരമാകാൻ സോഷ്യലിസത്തിന് സാധ്യമായിട്ടില്ല. അതൊക്കെ വിശദമായി പറയുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ അതിലേക്കൊന്ന് ഞാൻ കടന്നു വരുന്നത്. ചില കാലഘട്ടത്തിൽ ചില പ്രദേശങ്ങളിൽ അത് പ്രായോഗികമായിരിക്കും. പക്ഷേ മറ്റ് ചില കാലഘട്ടങ്ങളിലും ചില പ്രദേശങ്ങളിലും ചില സാഹചര്യങ്ങളിലും അത് അപ്രായോഗികമാണ് എന്ന് കാണാൻ കഴിയും. ഇതേ രീതിയിൽ തന്നെ സോഷ്യലിസത്തിന്റെ ശാസ്ത്രീയ രൂപമാണെന്ന് പറയുന്നത് കമ്മ്യൂണിസം. രണ്ടും തന്നെയാണ്. ഇതിൽ നിന്ന് ശാസ്ത്രീയമാവുന്നത് ശാസ്ത്രീയ സോഷ്യലിസം. അതും തന്നെ ഒരുപാട് ഗുണങ്ങൾ മനുഷ്യ സമൂഹത്തിന് ചെയ്യാൻ, പ്രത്യേകിച്ച് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട പാവങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു പോരായ്മ അവിടെ ഉണ്ട്. മനുഷ്യന്റെ ചിന്തയിൽ നിന്നിട്ടുള്ളതെടുത്തതാണ്. അദ്ദേഹം ജീവിച്ച എല്ലാ രണ്ടുപേരും അവർ ജീവിച്ച കാലഘട്ടത്തിലും സമൂഹത്തിലും സാഹചര്യത്തിലും അവരെ വേദനിപ്പിച്ച മനുഷ്യന്റെ മോചനത്തിന്, അവന്റെ അഭിവൃദ്ധിക്ക്, തഴയക്കിടയിലുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടി എന്തു ചെയ്യാം എന്ന് ആഴത്തിൽ ചിന്തിച്ച് സാധ്യമാകുന്നതിന്റെ പരമാവധി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കുറെ നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്, സമ്മതിച്ചേ പറ്റൂ. കുറെ നേട്ടങ്ങൾ ഭൗതികമായി പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ട സാധുക്കൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ വഴിയിൽ എന്തൊക്കെ ഉണ്ടായി ആ ഭാഗത്തേക്ക് ഇപ്പൊ ഞാൻ കിടക്കില്ല. അതൊക്കെ ഓരോ ഇത്തരം തുടർന്നുള്ള നമ്മള് ചർച്ചകളിൽ അതിനെപ്പറ്റി പരിപാലനത്തിൽ വരും. ഏതായാലും അതിന്റേതായ ഗുണങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ കാലത്തിന്റെ കൂലം കുത്തി ഒഴുക്കിൽ മനുഷ്യൻ നേരിടുന്ന നവനവങ്ങളായ വെല്ലുവിളികൾക്ക് നെഞ്ഞുക്കോടുകൂടി അതിനെ താങ്ങാൻ നേരിടാനുള്ള കെൽപ്പ് മാനുഷികമായ ചിന്തയിൽ നിന്ന് തുടരത്തായതുകൊണ്ട് തന്നെ ശാസ്ത്രീയ സോഷ്യലിസത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് 100% പരാജയമാണ് എന്നല്ല പറയുന്നത്. 100% പരാജയം എന്നല്ല. മനുഷ്യന്റെ ബുദ്ധിയുള്ളവർ അത് ഭ്രാന്താണ്. ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ എന്താ 100% പരാജയമാവില്ല. ഇവിടെ 100% പരാജയമുണ്ടെങ്കിൽ ഒരുപാട് ബഹുമാനപ്പെട്ട സലാമൈസി ഒരുപാട് നിരക്കിന്റെ ഇടയിലാണ് വന്നിട്ടുണ്ട്. അൽഹംദുലില്ല. അപ്പൊ ഞാനെല്ലാം നിൽക്കില്ല. കുറച്ച് സമയം സലാമൈസി വെറും ആശംസ പറഞ്ഞാൽ പോലെ കുറച്ച് നേരം സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ചുരുക്കും. അത് ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മളെ ഈ പ്രമേയം തുടങ്ങി ഒരു കൊല്ലുണ്ട്. വിവിധ ഫംഗ്ഷനുകൾ ഉണ്ടാവും, ആഴത്തിലിറങ്ങിയ ചർച്ചകളും പഠനങ്ങളും ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പൂർണ്ണ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മണിക്കൂറുകൾ തള്ളി നിൽക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്, അല്ല 1000 കണക്കിന്. അതിനൊരു 10 ആളെ 10ാം വാർഷികത്തിന്റെ പ്രത്യേകത നിലക്ക് ഈ കാറിന്മേൽ ചാരി ഇരിക്കണം. കാരണം ഓരോ കാറിന് ഓരോ പ്രത്യേകമാനുണ്ട്. വെറുതെ ചാരിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എന്നെ പോലത്തെ ഒരു പോലത്തെക്കാരൻ മുഴുവനുണ്ട്. ഇയാളൊന്നും അറിയാതെ എന്തോ ആവശ്യത്തിന് സർഫ് ചെയ്യണം. അപ്പോൾ കാറിന് വെറുതെ ഇങ്ങനെ ചെയ്യാൻ ചാരി ആവശ്യപ്രായ ആളെന്നെ പോലെ. ഇത് ബാച്ചിലർമാരൊന്നും ഇയാൾക്കറിയില്ല. ഈ ചാരി നിന്നപ്പോ കുറച്ചേരം കിടന്നപ്പോ ഒരാൾ വന്നിട്ട് വെച്ച് ഏതായ ആദ്യമാണ് ഇയാളെന്നെ അയച്ചപ്പോയി. എന്ത് ജാതി അല്ല മലയാളി ഉണ്ടോ, അതല്ല ഇന്തോനേഷ്യയാണോ? അപ്പൊ എന്താ തെക്കാറും വെച്ചിട്ട് ചാരി നിൽക്കുന്നതിന്റെ അടയാളം ഓരോരുത്തര് പെണ്ണ് വെക്കാനുണ്ട്. ഈ സാധനം അറിയില്ല, നിന്ന ഉച്ചയ്ക്കറിയാം. എന്നെ പോലത്തെ മുതലാണ് ഞാനറിയാതെ അടച്ചു പോയി ചാരിപ്പോയതാണ്. അപ്പൊ അവിടെ ചാരി നിൽക്കുന്നത് ഒരു പ്രത്യേക കോഡാണ്. അത് മറ്റവർക്കറിയാം, ഒരിക്കറിയാം. എന്ന് തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടും. നമ്മുടെ സർക്കാരാണ് പറയുന്നത്. അങ്ങനെയുള്ള വലിയൊരു ജനവിഭാഗം നമ്മുടെ മുന്നിൽ ഇവിടെയുണ്ട്. മുസ്ലിമാണ്, ഇസ്ലാമിന്റെ പേരിലുള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുറച്ച് ആളുകളിലേക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ എല്ലാവരെയും നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. കുറച്ച് ആളുകൾക്കെങ്കിലും ദീനി, ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാം,
ജയ്സിക്ക് പോണ ആരും നിങ്ങളെ DC വിളിച്ചോണ്ടിരുന്ന, കാരണം അവിടെ ദീനി ദഅവത്ത് നടക്കുന്നുണ്ട്. മഹബിലേക്ക് പോകുന്നവരെ ആരും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന, കാരണം അവിടെ നടക്കുന്ന ദീനി ദഅവത്താണ്. ഏത് ഇസ്ലാമിക് സെന്ററിൽ പോയി പ്രസംഗം കേൾക്കുന്നതിനും പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആരും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന. അവരെ നമുക്ക് ആവശ്യമില്ല. കാരണം അവർക്ക് ദീനി ദഅവത്തിന്റെ രംഗത്ത് പഠിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായിട്ടാണ് ഈ സെന്ററുകളിലൊക്കെ പോകുന്നത്. നമുക്ക്, ഞാൻ എന്റെ പ്രവർത്തകന്മാരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് ആ സർഫേൽ ഇങ്ങനെ കുന്തം പോലെ നിൽക്കുന്ന 100 ആളുകളിൽ നിന്നിട്ട് നിങ്ങൾ ഒരാളെ നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്താൻ കഴിഞ്ഞാൽ അതാണ് ദഅവത്ത്. അതാണ് ദഅവത്ത്. ഒറ്റൊരാളെ അങ്ങനെ 10 ആളെ ഈ ഒരു കൊല്ലം നമുക്ക് ആ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് കിട്ടിയാൽ നമ്മുടെ 10ാം വാർഷികം വിജയിച്ചു. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ യഥാർത്ഥ ആഘോഷം. ഒരു കേസിയൊക്കെ പറഞ്ഞിട്ടില്ല, ആളെ നോക്കണ്ട, ആളെ കൂടുതലില്ലാത്തത് നിങ്ങൾ വിഷമാക്കണ്ടേ, നമുക്ക് ഇറങ്ങിച്ചെന്നാൽ കിട്ടുന്ന കുറച്ച് ആളുകൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ പേരുള്ള, മുസ്ലിമായ ഉമ്മാക്കും വാപ്പാക്കും ജനിച്ച, അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യുന്ന, വെറും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട, അതല്ലെങ്കിൽ വ്യഭിചാരവും തോന്നിവാസവുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. അങ്ങനെയുള്ള ഒരാളെ 2-3 ആളുകളെ നമ്മൾ ആഴ്ചകളോളം മെനക്കെട്ട് നടന്നിട്ട് ഒരാളെ നമുക്ക് മാറ്റിയെടുത്ത് ഈ മജ്‌ലിസിൽ കൊണ്ടുവന്ന് ഇരുത്താൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ദഅവത്ത്. ആ രംഗത്ത് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ആ കൂട്ടത്തിൽ നേരത്തെ ഉണർത്തിയതുപോലെ ഇസ്ലാമിനെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത അമുസ്ലിങ്ങളായ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടുത്തെ സാഹചര്യത്തിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ദഅവത്ത് നടത്താൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. നമ്മുടെ നാട്ടിൽ തിരി പൊഴിക്കണം. അങ്ങനെ 2 ദഅവത്ത് നടത്തിയാവുകയാണെങ്കിൽ മറ്റൊരു വന്നിട്ട് പിന്നെ പ്രശ്നമാവും. ഇവിടെ ആ പേടിയൊന്നും പഠിക്കണ്ട. ഇവിടെ തന്നെയല്ല, കുടുംബത്തിൽ നിന്നിട്ട് വേർപെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ പഠിക്കാനും ചിന്തിക്കാനും കുറെ കൂടി സാവകാശം ലഭിക്കും. ഈ നിരക്കുള്ള കാര്യങ്ങളിൽ നാം സ്വയം ആദ്യം എല്ലാത്തിന്റെയും മുമ്പായി ഒന്നാമതായി ചെയ്യേണ്ടത്, ഞാൻ ചുരുക്കാൻ സലാം വൈശ്യങ്ങളുണ്ട്, ഒന്നാമതായി വേണ്ടത് അത് നാം ഒന്നാണ് നോക്കുക. നമുക്കറിയാത്ത കാര്യങ്ങൾ നാം പഠിക്കാൻ നോക്കുക. നമ്മുടെ അടുത്തുള്ള വീഴ്ചകളും തെറ്റുകളും നാം തിരുത്താൻ നോക്കുക. അതിന്റെ പുറമെ മറ്റുള്ളവരിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ നോക്കുക. അങ്ങനെ അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച ഈ വെളിച്ചം, ഈ പ്രകാശത്തിന്റെ കൈത്തിരി നാം സ്വയം ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ നോക്കുക. ഈ ഒരൊറ്റ വഴിയാണ് ഈ നവലോകത്തിന്. അത് വിശദമായി പറയേണ്ടതില്ല. പ്രമേയത്തിൽ നിങ്ങൾ കേട്ടു, ഇനി നിങ്ങളെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും, വായിക്കണം, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. ഈ നവലോകത്തിൽ ബാക്കി എല്ലാ പ്രത്യാശാസ്ത്രങ്ങളും പരാജയപ്പെട്ട് മുട്ടുമടക്കിയെടുത്ത് പ്രതീക്ഷയുടെ കൈത്തിരിയായി നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനും അത് ഉൾക്കുന്ന ഖുർആനും സുന്നത്തും. ഇത് മാത്രമാണ്. ഇതിന് മാത്രമേ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമാകാൻ കഴിയൂ. ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ അള്ളാഹുവിന്റെ ദീനിന് മാത്രമേ ആവൂ. അതുകൊണ്ട്